പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 32-ാമത്തെ വാക്യം പറയുന്നു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനം, വിശ്വാസത്തിൻ്റെ വാക്ക് എപ്പോഴാണ് പറഞ്ഞത്? ജീവിതത്തിൽ അനുകൂലമായൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയപ്പോഴല്ല അത് പറഞ്ഞത്. കഷ്ടതയുടെ നടുവിൽ ദൈവത്തെ കാണുക, ദൈവത്തെ മുറുകെ പിടിക്കുക, വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക. വിശ്വാസം നമ്മെ കൊണ്ട് വലിയ കാര്യങ്ങളെ ചെയ്യിക്കും. ദൈവപ്രവൃത്തികളെ പരിമിതപ്പെടുത്തരുത്. പ്രതികൂലങ്ങൾക്ക് മുകളിൽ വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം. പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന സാഹചര്യങ്ങളാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ മൂടിക്കെട്ടുന്ന പോലെ ഉണ്ടാകുമ്പോൾ മുൻപോട്ട് ഓരോ ചൂടും വെക്കണമെങ്കിൽ വിശ്വാസം വേണം. പരാജയങ്ങളുടെയും നഷ്ടങ്ങളുടെയും വേദനകളുടെയും ബന്ധനത്തിൽ നാം പലപ്പോഴും കുരുങ്ങിക്കിടക്കുക. നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത്? ഇവിടെ കഷ്ടതയുടെ നടുവിൽ ഒരു വിശ്വാസം, ആ വിശ്വാസം ഒരു വലിയ ആഘോഷമാക്കി മാറ്റിയ ഒരു കുടുംബം. നമുക്കറിയാം, യേശു പാർത്തിരുന്നത് ലാസറിൻ്റെ ഭവനത്തിലാണ്. യെരുശലേമിൽ എപ്പോൾ ചെന്നാലും യേശു പാർത്തത് ആ ലാസറിൻ്റെ ഭവനത്തിലാണ്. എന്നാൽ ലാസർ മരിച്ചു, ദീനമായി കിടന്നു. കർത്താവ് വന്നില്ല. യേശു അവിടെ തന്നെ പാർത്ത് 2 ദിവസം മരിച്ചു, അടക്കി. ഇനി എന്താ ജീവിതത്തിൽ? എന്താണ് അത്ഭുതം? എന്താണ് ഒരു മിറക്കിൾ സംഭവിക്കുന്നതെന്നാൽ വിശ്വാസം കൈവിട്ടില്ല. അവിടെ ഉള്ളിലെ വിശ്വാസത്തെ പുറത്തു കൊണ്ടുവരുന്നു. തകർന്ന് വിഷമിച്ച് എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയുടെ മുമ്പിൽ കർത്താവിനുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചു. ആ ദൈവസാന്നിധ്യത്തിനായി, ആ ദൈവീയ ഇടപെടലിനായി കൊതിച്ചു. മുൻപിൽ നിൽക്കുന്ന പർവ്വതം പോലെയുള്ള വലിയൊരു പ്രശ്നത്തെ ധൈര്യത്തോട് അഭിമുഖീകരിക്കുവാൻ തുടങ്ങി. ജീവിതത്തിൽ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചാൽ നമ്മുടെ ഭയം മാറാനിടയായി തീരും. നാളെ എന്തായി തീരും? മുൻപോട്ടുള്ള വഴികൾ എങ്ങനെയാകും? സകലതും അടഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബം പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ചില വെല്ലുവിളികൾക്ക് മുമ്പിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ചില പ്രതിസന്ധികൾക്ക് മുമ്പിൽ നമ്മളെ വിശ്വാസത്തിൻ്റെ മീതെ കുതിച്ചുയരണം. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പ്രശ്നങ്ങൾ വലുതായി കാണും. നമ്മുടെ മുൻപിൽ കാണുന്നത് പ്രശ്നത്തെ, കർത്താവിനെ കാണുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പുറകിലുള്ള പ്രശ്നത്തെ നോക്കി, അനുഭവിച്ച സങ്കടത്തെ നോക്കാതെ എൻ്റെ മുൻപിൽ ഒരു ദൈവമുണ്ട്, അതാണ് എൻ്റെ വിശ്വാസം. കർത്താവ് പറയുമ്പോൾ ആ വഴികൾ തികവുള്ളതായി തീരും. ആ പ്രശ്നത്തിന് പരിഹാരമുള്ളതായി തീരും. ഇസ്രായേൽ ജനത്തിന് മുമ്പേ പോയി അവർക്ക് വഴി കാട്ടാൻ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവർക്ക് മുൻപായി പോയി. കർത്താവ് മുൻപിലുണ്ടെങ്കിൽ മാറ്റം വെച്ച വിഷയമൊന്നും കർത്താവിനൊരു വലിയ വിഷയമല്ല. പ്രശ്നം വരുമ്പോൾ മാറിപ്പോകാത്ത ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, നമ്മുടെ വിശ്വാസവും അത് തന്നെയല്ലേ. പുറകോട്ട് നോക്കിയാൽ സങ്കടങ്ങളും മാറ്റം വെച്ച അവസ്ഥകളും, എന്നാൽ ജീവിതത്തിൻ്റെ മരുഭൂമിയിലും കൂടെ നിൽക്കുമെന്നുള്ള ആ വിശ്വാസം, ആ നമ്മുടെ തിരിച്ചറിവ്, ദൈവം നമ്മളെ കൈവിടത്തില്ലെന്നുള്ള ആ ഉറച്ച വിശ്വാസം, ആ ഒരു തിരിച്ചറിവാണ് നമ്മളെ പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയുന്നത്. നാം എത്ര വിശ്വസിച്ചാലും, നാം എത്ര സ്നേഹിച്ചാലും മനുഷ്യൻ മാറും, ദൈവം കൂടെ നിൽക്കും. കർത്താവ് ഒപ്പം നിൽക്കും. ചുട്ടു പൊള്ളുന്ന മണ്ണിൽ കൂടെ ഇസ്രായേൽ ജനം നടന്നപ്പോഴും ആ ചൂട് അവരെ ബാധിച്ചില്ല. പെരുവെയിലത്ത് നടന്നപ്പോഴും അവരുടെ കാൽ വെന്തു പോയില്ല. ഇന്ന് നീ അനുഭവിക്കുന്ന ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കത്തില്ല, ഒരത്ഭുതം നടക്കത്തില്ല. ഏത് നാറ്റം വെച്ച വിഷയമായിക്കൊള്ളട്ടെ, വിശ്വാസത്തിൻ്റെ വാക്കൊന്ന് പറഞ്ഞേ, കർത്താവ് അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ ഭവനത്തിൽ കർത്താവ് വന്നാൽ, എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെട്ടാൽ, എൻ്റെ നാറ്റം വെച്ച അവസ്ഥയ്ക്കൊരു ഉയർപ്പുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുവാൻ കഴിയുമോ? അതെ, നിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് ആ കർത്താവിൻ്റെ സാന്നിധ്യം ഒന്നിറങ്ങി വന്നാൽ, ആ കർത്താവ് നിനക്ക് മുൻപേ കടന്നു എന്നാൽ, നിൻ്റെ സകല വിഷയത്തിനും പരിഹാരം കാണുവാൻ ആ കർത്താവ് ശക്തനാ. ആ കർത്താവിൽ ഭയപ്പെടാതെ വിശ്വസിക്കുവോ? ആ വിശ്വാസത്തിൻ്റെ വാക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് പറയാം. ഓക്കെ, കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ.